Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് റിസൾട്ട് ഓഫ് ഡിസപ്ഷൻ. ഈ കഥയിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ദർ വാസ് എ ഡോങ്കി ഹൂ ലിവ്ഡ് അലോൺ. ദർ വാസ് എ ഡോങ്കി, ഒരു കഴുത ഉണ്ടായിരുന്നു. ഹൂ ലിവ്ഡ്, അവൻ ജീവിച്ചിരുന്നത്. അലോൺ, അലോൺ എന്നാൽ തനിച്ചായിരുന്നു അവൻ ജീവിച്ചിരുന്നത്. He often felt hungry because none of the farmers allowed him near their fields. He often felt hungry. അവന് പലപ്പോഴും വിശപ്പ് തോന്നിയിരുന്നു. ഫെൽറ്റ് എന്നാൽ തോന്നി, ഹംഗ്രി എന്നാൽ വിശപ്പ്. ബിക്കോസ്, കാരണം, വിശപ്പ് തോന്നാനുള്ള കാരണം. നൺ ഓഫ് ദ ഫാർമേഴ്സ്, കർഷകരിൽ ഒരു കർഷകനും. അലൗഡ് ഹിം, അവനെ അനുവദിച്ചിരുന്നില്ല. നൺ ഓഫ് ദ ഫാർമേഴ്സ് അലൗഡ് ഹിം, കർഷകരിൽ ഒരു കർഷകനും അവനെ അനുവദിച്ചിരുന്നില്ല. ഇവിടെ നൺ എന്നുള്ളത് കൊണ്ടാണ് ഈ സെൻറ്റൻസ് ഒരു നെഗറ്റീവ് ആയത്. അതുകൊണ്ടാണ് അനുവദിച്ചിരുന്നില്ല എന്നുള്ള അർത്ഥം ലഭിച്ചത്. നിയർ ദെയർ ഫീൽഡ്സ്, അവരുടെ വയലുകളുടെ അടുത്തേക്ക്, അവരുടെ കൃഷിസ്ഥലങ്ങളുടെ അടുത്തേക്ക് കർഷകരിൽ ഒരു കർഷകനും അവനെ വരാനായിട്ട് സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് അവന് പലപ്പോഴും നന്നായിട്ട് വിശപ്പ് അനുഭവപ്പെട്ടു. He resided an area filled with farmers. He resided, അവൻ താമസിച്ചിരുന്നത് in an area, ഒരു പ്രദേശത്തായിരുന്നു. ആ പ്രദേശം എങ്ങനെയുള്ളതായിരുന്നു? ഫിൽഡ് വിത്ത് ഫാർമേഴ്സ്, കർഷകരെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള ഒരു പ്രദേശത്തായിരുന്നു അവൻ താമസിച്ചിരുന്നത്. വേർ ഹാർഡ് വർക്കിംഗ് ഫാർമേഴ്സ് കൾട്ടിവേറ്റഡ് ദെയർ ക്രോപ്സ്. വേർ, അവിടെ, ആ സ്ഥലത്ത്, ഹാർഡ് വർക്കിംഗ് ഫാർമേഴ്സ്, കഠിനാധ്വാനികളായിട്ടുള്ള കർഷകർ, കൾട്ടിവേറ്റഡ്, കൃഷി ചെയ്തിരുന്നു, ദെയർ ക്രോപ്സ്, അവരുടെ വിളകൾ ആ സ്ഥലത്ത് അവർ കൃഷി ചെയ്തിരുന്നു, കഠിനാധ്വാനികളായിട്ടുള്ള കർഷകർ. ദ ഡോങ്കി യേൺ ടു ഗ്രേസ് ഇൻ ദ ലഷ് ഫീൽഡ്സ് ബട്ട് ദ ഫാർമേഴ്സ് ചേസ്ഡ് ഹിം അവേ. ദ ഡോങ്കി, കഴുത, യേൺ എന്നാൽ കൊതിക്കുക എന്നാണ് അർത്ഥം. യേൺ ടു ഗ്രേസ്, അവിടെ ഗ്രേസ് എന്നാൽ പുല്ലുമേയുക, അവിടെ പുല്ലുമേയാൻ ആഗ്രഹിച്ചിരുന്നു. ഇൻ ദ ലഷ് ഫീൽഡ്സ്, ലഷ് എന്നാൽ ഇവിടെ സമൃദ്ധമായ എന്നാണ് അർത്ഥം. ആ സമൃദ്ധമായ വയലുകളിൽ പുല്ലുമേയാൻ ആ കഴുത കൊതിച്ചിരുന്നു. ബട്ട് ദ ഫാർമേഴ്സ് ചേസ് ഹിം അവേ. പക്ഷേ ദ ഫാർമേഴ്സ്, കർഷകർ, ചേസ് ഹിം അവേ, അവനെ ആട്ടിയോടിച്ചിരുന്നു. അറ്റ് നൈറ്റ്, രാത്രിയിൽ, ഹങ്കർ കെപ്റ്റ് ഹിം അവെയ്ക്ക്. അവെയ്ക്ക് എന്നാൽ അർത്ഥം ഉറക്കമുണർത്തുക എന്നാണ് അർത്ഥം. ഹങ്കർ എന്നാൽ വിശപ്പ്. ഹങ്കർ കെപ്റ്റ് ഹിം അവെയ്ക്ക്, അവനെ ഉറക്കമുണർത്തിയിരുന്നു രാത്രിയിൽ. ഹി കുഡിൻറ്റ് ഫൈൻഡ് പീസ്. പീസ് എന്നാൽ സമാധാനം, ശാന്തി, ഇതൊക്കെയാണ് അർത്ഥം. ഹി കുഡിൻറ്റ് ഫൈൻഡ്, അവന് കണ്ടെത്താൻ സാധിച്ചില്ല. പീസ്, സമാധാനം, മനസ്സമാധാനം, ശാന്തി അവന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അവന് രാത്രിയിൽ പലപ്പോഴും അവനെ വിശപ്പ് ഉറക്കമുണർത്തിയിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ദ ഡോങ്കി ഡിസ്കവേർഡ് എ ലയൺ സ്കിൻ. ദ ഡോങ്കി, കഴുത, ഡിസ്കവേർഡ്, കണ്ടെത്തി, എ ലയൺ സ്കിൻ, ഒരു സിംഹത്തിൻ്റെ തൊലി ഒരു ദിവസം ആ കഴുത കണ്ടെത്തി. ഹി തോട്ട് ടു ഹിംസെൽഫ്, അവൻ സ്വയം ചിന്തിച്ചു, സ്വയം കരുതി. ഇഫ് ഐ വെയർ ദിസ് ലയൺ സ്കിൻ, വെയർ എന്നാൽ ധരിക്കുക. ഇഫ് ഐ വെയർ ദിസ് ലയൺ സ്കിൻ, ഈ സിംഹത്തിൻ്റെ തൊലി ഞാൻ ധരിച്ചാൽ. ദ ഫാർമേഴ്സ് വിൽ തിങ്ക് ഐ ആം എ റിയൽ ലയൺ. ദ ഫാർമേഴ്സ് വിൽ തിങ്ക്, കർഷകർ കരുതും, ഐ ആം എ റിയൽ ലയൺ, ഞാൻ യഥാർത്ഥത്തിലുള്ള ഒരു സിംഹമാണെന്ന്. ഈ സിംഹത്തിൻ്റെ തൊലി ഞാൻ ധരിച്ചാൽ കർഷകർ വിചാരിക്കും. അവൻ സ്വയം ചിന്തിച്ചു. They will be scared of me and won't bother me while I eat grass in their fields. They will be scared of me, അവർ എന്നെ ഭയപ്പെടും. സ്കെയർ എന്നാൽ ഭയപ്പെടുക. They won't bother, അവർ ബുദ്ധിമുട്ടിക്കുകയില്ല, me, എന്നെ. while I eat grass in their fields, ഞാൻ അവരുടെ വയലുകളിൽ പുല്ല് തിന്നുന്ന സമയത്ത് അവർ എന്നെ ഉപദ്രവിക്കുകയില്ല, അവർ എന്നെ ഭയപ്പെടും.
ഹി ഫെൽറ്റ് വെരി ഹാപ്പി എബൌട്ട് ദിസ് ഐഡിയ. അവന് വളരെയധികം സന്തോഷം തോന്നി. എബൌട്ട് ദിസ് ഐഡിയ, ഈ ആശയത്തിൽ അവന് വളരെയധികം സന്തോഷം തോന്നി. ഹി പുട്ട് ഓൺ ദ ലയൺ സ്കിൻ ആൻഡ് വെൻറ്റ് ടു ദ ഫീൽഡ്സ് ടു ഈറ്റ് ഗ്രാസ്. പുട്ട് ഓൺ എന്നാൽ ഇവിടെ അർത്ഥം ധരിക്കുക എന്നാണ് അർത്ഥം. ഹി പുട്ട് ഓൺ ദ ലയൺ സ്കിൻ, അവൻ ആ സിംഹത്തിൻ്റെ തൊലി ധരിച്ചു. ആൻഡ് വെൻറ്റ് ടു ദ ഫീൽഡ്സ്, എന്നിട്ട് വയലുകളിലേക്ക് പോയി. ടു ഈറ്റ് ഗ്രാസ്, പുല്ല് കഴിക്കാൻ വേണ്ടി. ഹി ബിഗാൻ ടു ഗ്രേസ് ഫ്രീലി. ഫ്രീലി എന്നാൽ സ്വതന്ത്രമായി. ഹി ബിഗാൻ ടു ഗ്രേസ്, അവൻ പുല്ല് മേയാൻ ആരംഭിച്ചു. ഫ്രീലി, സ്വതന്ത്രമായി. സ്വതന്ത്രമായി, തടസ്സമില്ലാതെ അവൻ പുല്ല് മേയാൻ ആരംഭിച്ചു. വെൻ ദ ഫാർമേഴ്സ് വേർ വർക്കിംഗ് ഇൻ ദെയർ ഫീൽഡ്സ്. വെൻ, ആ സമയത്ത്. ദ ഫാർമേഴ്സ് വേർ വർക്കിംഗ്, കർഷകർ ജോലി ചെയ്യുകയായിരുന്നു. ഇൻ ദെയർ ഫീൽഡ്സ്, അവരുടെ വയലുകളിൽ. ദേ വേർ അസ്റ്റോണിഷ്ഡ് ടു സീ എ ലയൺ മഞ്ചിങ് ഓൺ ദ ഗ്രാസ്. അസ്റ്റോണിഷ് എന്നാൽ അർത്ഥം അമ്പരക്കുക എന്നാണ് അർത്ഥം. ദേ വേർ അസ്റ്റോണിഷ്ഡ്, അവർ അമ്പരന്നു. ടു സീ, കണ്ട്. എ ലയൺ മഞ്ചിങ് ഓൺ ദ ഗ്രാസ്. മഞ്ച് എന്നാൽ അർത്ഥം വേഗം വേഗം തിന്നുക, അത്യാർത്തിയോടെ തിന്നുക, ഇതൊക്കെയാണ് അർത്ഥം. ആ പുല്ല് അത്യാർത്തിയോടെ കഴിക്കുന്നത് കണ്ട് ആ കർഷകർ അത്ഭുതപ്പെട്ടു. അവർ ആ വയലുകളിൽ ജോലി ചെയ്യുകയായിരുന്നു. അവർ ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടു, അമ്പരന്നു. ചാൾസ് സെഡ്, ചാൾ എന്നു പേരുള്ള കർഷകൻ, സെഡ് പറഞ്ഞു. ലുക്ക്, നോക്കൂ. ലുക്ക് ഓവർ ദർ, അവിടേക്ക് നോക്കൂ. ഈസ് ദാറ്റ് എ ലയൺ ഈറ്റിംഗ് അവർ ഗ്രാസ്. ആ കാണുന്നത് ഒരു സിംഹം നമ്മുടെ പുല്ല് തിന്നുകയല്ലേ. ആദം സെഡ്, ആദം എന്നു പേരുള്ള കർഷകൻ പറഞ്ഞു. ഇറ്റ് കാണ്ട് ബി, ആയേക്കില്ല, അങ്ങനെയായിരിക്കില്ല. ഇറ്റ് കാണ്ട് ബി എന്നാൽ അങ്ങനെ ആയേക്കുകയില്ല. ലയൺസ് ആർ കാർണിവോർസ്. കാർണിവോർ എന്നാൽ അർത്ഥം മാംസബുക്ക് എന്നാണ് അർത്ഥം. സിംഹങ്ങൾ മാംസബുക്കുകളാണ്. വൈ വുഡ് ഇറ്റ് ഈറ്റ് ഗ്രാസ്. അത് എങ്ങനെ പുല്ല് തിന്നും, എന്തുകൊണ്ട് അത് പുല്ല് തിന്നണം. സിംഹങ്ങൾ മാംസബുക്കാണ്, അതുകൊണ്ട് അത് ഒരു സിംഹം ആയേക്കുകയില്ല. ആദം എന്നു പേരുള്ള കർഷകൻ പറഞ്ഞു. ചാൾസ് റിപ്ലൈഡ്, ചാർൾ എന്നു പേരുള്ള കർഷകൻ റിപ്ലൈഡ്, മറുപടി പറഞ്ഞു. മേ ബി ഇറ്റ്സ് സിക്ക് ഓർ സ്റ്റാർവിങ്. മേ ബി, ഒരു പക്ഷേ. ഇറ്റ്സ് സിക്ക്, അത് രോഗിയായിരിക്കാം. ഓർ, അതല്ലെങ്കിൽ സ്റ്റാർവിങ്, പട്ടിണി കിടക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അത് പുല്ല് തിന്നുന്നത്. ആദം സെഡ്, ആദം പറഞ്ഞു. ബട്ട് ലയൺസ് നെവർ ഈറ്റ് ഗ്രാസ്. പക്ഷേ സിംഹങ്ങൾ ഒരിക്കലും പുല്ല് തിന്നുകയില്ല. ദിസ് ഈസ് സ്ട്രേഞ്ച്, ഇത് വളരെ വിചിത്രമാണ്. ദ ഫാർമേഴ്സ് അണ്ടർസ്റ്റുഡ് ഹിം ആസ് എ ലയൺ ആൻഡ് റാൻ അവേ ഔട്ട് ഓഫ് ഫിയർ. ദ ഫാർമേഴ്സ് അണ്ടർസ്റ്റുഡ് ഹിം ആസ് എ ലയൺ. അവർ ആ കർഷകർ അവനെ ഒരു സിംഹമാക്കി മനസ്സിലാക്കി, സിംഹമാണെന്ന് കരുതി. ആൻഡ് റാൻ അവേ ഔട്ട് ഓഫ് ഫിയർ. ഔട്ട് ഓഫ് ഫിയർ എന്നാൽ ഭയം കൊണ്ട്, റാൻ അവേ എന്നാൽ ഓടിപ്പോയി. ഭയം കൊണ്ട് അവർ സിംഹമാണെന്ന് കരുതി ആ കർഷകർ അവിടെ നിന്നും ഭയം കൊണ്ട് ഓടിപ്പോയി. ദ ഡോങ്കി മൂവ്ഡ് ഓൾ ഓവർ ദ ഫീൽഡ്സ് ആൻഡ് എയ്റ്റ് ടു ഹിസ് ഫിൽ. ദ ഡോങ്കി, കഴുത, മൂവ്ഡ് ഓൾ ഓവർ ദ ഫീൽഡ്സ്, എല്ലാ വയലുകളിലും അത് പോയിക്കൊണ്ട്, നടന്നുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ട്. ആൻഡ് എയ്റ്റ്, എന്നിട്ടത് ഭക്ഷിച്ചു. ടു ഹിസ് ഫിൽ, അവന് വയറ് നിറയുന്നത് വരെ അവൻ ഭക്ഷിച്ചു. ഹി വാസ് വെരി ഹാപ്പി, അവൻ വളരെയധികം സന്തോഷവാനായി. ഡേ ആഫ്റ്റർ ഡേ. ഡേ ആഫ്റ്റർ ഡേ എന്നാൽ എല്ലാ ദിവസവും എന്നാണ് അർത്ഥം. ഹി കെയിം ടു ദ ഫീൽഡ്സ് അഗെയിൻ ആൻഡ് ഗ്രേസ്ഡ് മെർലി. മെർലി എന്നാൽ ആനന്ദകരമായി എന്നാണ് അർത്ഥം. ഹി കെയിം ടു ദ ഫീൽഡ്സ്, അവൻ വയലുകളിലേക്ക് വന്നു. അഗെയിൻ, വീണ്ടും. ആൻഡ് ഗ്രേസ്ഡ് മെർലി, അവൻ ആനന്ദകരമായിട്ട് വീണ്ടും ആ പുല്ല് കഴിച്ചു. ദ ഫാർമേഴ്സ് വേർ അൺഹാപ്പി ബിക്കോസ് ദ ലയൺ എയ്റ്റ് ദെയർ ഗ്രാസ് എവരി ഡേ. ദ ഫാർമേഴ്സ് വേർ അൺഹാപ്പി, ആ കർഷകർ അസന്തുഷ്ടരായി. ബിക്കോസ്, കാരണം. ദ ലയൺ എയ്റ്റ്, ആ സിംഹം തിന്നു. ദെയർ ഗ്രാസ് എവരി ഡേ, അവരുടെ പുല്ലുകൾ എല്ലാ ദിവസവും ആ സിംഹം ഭക്ഷിച്ചിരുന്നു. അത് കാരണം ആ കർഷകർ വളരെയധികം അസന്തുഷ്ടരായി. ആൻഡ് ദേ കുഡ് നോട്ട് ഡ്രൈവിംഗ് ഹെവേ. ഡ്രൈവ് അവേ എന്നാൽ അർത്ഥം ആട്ടിയോടിക്കുക എന്നാണ് അർത്ഥം. അവർക്ക് അവനെ ആട്ടിയോടിക്കാൻ സാധിച്ചില്ല. ആദം ആൻഡ് ചാൾസ് വാച്ച്ഡ് ദ ലയൺ ഗ്രേസ് അറ്റ് ദ ഫീൽഡ്സ് എഡ്ജ് എവരി ഡേ. ആദം ആൻഡ് ചാൾസ്, ആദമും ചാൾസും വാച്ച്ഡ്
നിരീക്ഷിച്ചു ദ ലയൺ ഗ്രേസ് അറ്റ് ദ ഫീൽഡ്സ് എഡ്ജ് എവരി ഡേ. എഡ്ജ് എന്നാൽ ഇവിടെ വരമ്പ് എന്നാണ് അർത്ഥം. ആ പാടത്തിൻ്റെ വരമ്പിൽ എല്ലാ ദിവസവും സിംഹം പുല്ലുമേയുന്നത് ആദമും ചാൾസും നോക്കിയിരുന്നു. വൺ ഡേ ആദം സെഡ്, ഒരു ദിവസം ആദം പറഞ്ഞു. ചാൾസിനെ വിളിക്കുകയാണ്. ഐ ആം സ്റ്റാർട്ടിംഗ് ടു തിങ്ക് ഇറ്റ്സ് നോട്ട് എ ലയൺ അറ്റ് ഓൾ. ഐ ആം സ്റ്റാർട്ടിംഗ് ടു തിങ്ക്, ഞാൻ ചിന്തിക്കാനിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് എ ലയൺ അറ്റ് ഓൾ, ഇത് ഒരു സിംഹമല്ല. ആദം ചാൾസിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ചാൾസ് നോഡഡ്, ചാൾസ് തലയാട്ടി. നോഡ് എന്നാൽ തലയാട്ടുക. ഐ അഗ്രി, ഞാൻ യോജിക്കുന്നു, നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ലയൺസ് ഡോണ്ട് ഈറ്റ് ഗ്രാസ് ലൈക്ക് ദാറ്റ്. ലയൺസ് ഡോണ്ട് ഈറ്റ്, സിംഹങ്ങൾ ഭക്ഷിക്കാറില്ല. ഗ്രാസ്, പുല്ല്. ലൈക്ക് ദാറ്റ്, അതുപോലെ, അത്തരത്തിൽ സിംഹങ്ങൾ പുല്ല് ഭക്ഷിക്കാറില്ല. ഐ തിങ്ക് ഇറ്റ് സംതിങ് എൽസ് പ്രിറ്റൻഡിങ് ടു ബി എ ലയൺ. ഐ തിങ്ക്, എനിക്കു തോന്നുന്നത്, ഇറ്റ് സംതിങ് എൽസ്, ഇത് മറ്റെന്തോ ആണ്. പ്രിറ്റൻഡ് എന്നാൽ അർത്ഥം വേഷം കെട്ടുക, അഭിനയിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ടു ബി എ ലയൺ എന്നാൽ ഒരു സിംഹമായിട്ട്, മറ്റെന്തോ ഒരു സിംഹമായിട്ട് അഭിനയിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദം സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് ആസ്ക്ഡ്. സ്ക്രാച്ച് ഹെഡ് എന്നാൽ അർത്ഥം തിങ്ക് ഹാർഡ് ഇൻ ഓർഡർ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു സംതിങ്. എന്തെങ്കിലും കാര്യത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ആയത്തിൽ ചിന്തിക്കുക, ഇതാണ് അർത്ഥം. ആദം പരിഹാരം കണ്ടെത്താൻ വേണ്ടി ആയത്തിൽ ചിന്തിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് റിയലി ഈസ്. ഇത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും. ചാൾസ് സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ചാൾസ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഐ ബിലീവ് ഇറ്റ്സ് എ ഡോങ്കി. ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഒരു കഴുതയാണെന്നാണ്. ലെറ്റ്സ് ബ്രിങ് എ ഡോങ്കി ഇൻ ടു ദ ഫീൽഡ്. നമുക്ക് ഒരു കഴുതയെ ഈ വയലിലേക്ക് കൊണ്ടുവരാം. ലെറ്റ്സ് ബ്രിങ് എന്നാൽ നമുക്ക് കൊണ്ടുവരാം. എ ഡോങ്കി, ഒരു കഴുതയെ. ഇൻ ടു ദ ഫീൽഡ്, വയലിലേക്ക്. വെൻ ദ ലയൺ സീസ് ദ ഡോങ്കി. സിംഹം കഴുതയെ കാണുമ്പോൾ ഇറ്റ് വിൽ റിവീൽ ഇറ്റ് സെൽഫ് ബൈ ബ്രേയിങ്. ബ്രേ എന്നാൽ അർത്ഥം കഴുതയുടെ കരച്ചിൽ എന്നാണ് അർത്ഥം. കഴുതക്കരച്ചിൽ. ഇറ്റ് വിൽ റിവീൽ എന്നാൽ രഹസ്യം വെളിച്ചത്താക്കുക. അത് രഹസ്യം വെളിച്ചത്താക്കും. ഇറ്റ് സെൽഫ്, അത് തന്നെ, അത് സ്വയം തന്നെ എന്താണ് കഴുതയുടെ കരച്ചിൽ. ആ കഴുതക്കരച്ചിൽ കൊണ്ട് അത് തന്നെ സ്വയം വെളിപ്പെടുത്തും അത് എന്താണ് എന്നുള്ളത്. ആദം ലൈക്ഡ് ചാൾസ് പ്ലാൻ ടു ഫൈൻഡ് ഔട്ട് ഹൂ ദ അനിമൽ ഇൻ ദയർ ഫീൽഡ് വാസ്. ആദം ലൈക്ഡ് ചാൾസ് പ്ലാൻ. ചാൾസിൻ്റെ പദ്ധതി ആദമിന് ഇഷ്ടപ്പെട്ടു. ടു ഫൈൻഡ് ഔട്ട്, കണ്ടെത്താനുള്ള പദ്ധതി. ഹൂ ദ അനിമൽ ഇൻ ദയർ ഫീൽഡ് വാസ്, അവരുടെ വയലിൽ ഉണ്ടായിരുന്ന മൃഗം ഏതാണ് എന്ന് കണ്ടെത്താനുള്ള ആ പദ്ധതി, ചാൾസിൻ്റെ പദ്ധതി ആദമിന് ഇഷ്ടപ്പെട്ടു. ആദം ആൻഡ് ചാൾസ് ലെഫ്റ്റ് എ ഡോങ്കി ഇൻ ദയർ ഫീൽഡ്. ആദമും ചാൾസും ഒരു ഡോങ്കിയെ അവരുടെ വയലിലേക്ക് വിട്ടു. ദെൻ ദ ഹിഡ് നിയർ ബൈ ടു വാച്ച് വാട്ട് വുഡ് ഹാപ്പൻ. ദെൻ, ശേഷം അവർ ഒരു കഴുതയെ വയലിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷം ദ ഹിഡ്, അവർ ഒളിച്ചിരുന്നു. ഹൈഡ് എന്നതിൻ്റെ പാസ്റ്റാണ് ഹിഡ്. ഹൈഡ് എന്നാൽ ഒളിവിൽ പാർക്കുക, ഒളിഞ്ഞു നിൽക്കുക. അതിൻ്റെ പാസ്റ്റാണ് ഹിഡ്. ഒളിഞ്ഞു നിന്നു. ദ ഹിഡ്, അവർ ഒളിഞ്ഞു നിന്നു. നിയർ ബൈ, അടുത്തായിട്ട്. ടു വാച്ച്, നിരീക്ഷിക്കാൻ വേണ്ടി. വാട്ട് വുഡ് ഹാപ്പൻ, എന്താണ് സംഭവിച്ചേക്കുക എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി അവർ ഒളിച്ചിരുന്നു, അടുത്തായിട്ട് ഒളിച്ചിരുന്നു. വെൻ ദ ഡോങ്കി ഇൻ ദ ലയൺസ് സ്കിൻ വാസ് ഈറ്റിംഗ് ദ ഗ്രാസ്. വെൻ, ആ സമയത്ത്. ദ ഡോങ്കി ഇൻ ദ ലയൺസ് സ്കിൻ, ആ സിംഹത്തിൻ്റെ തൊലി ധരിച്ച കഴുത. വാസ് ഈറ്റിംഗ്, ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദ ഗ്രാസ്, പുല്ല്. ആ കഴുത, ആ സിംഹത്തിൻ്റെ തൊലി അണിഞ്ഞ കഴുത ആ സമയത്ത് പുല്ല് ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹി സോ അനദർ ഡോങ്കി ഇൻ ദ ഫീൽഡ്. ഹി സോ, അവൻ കണ്ടു. അനദർ ഡോങ്കി, മറ്റൊരു കഴുതയെ. ഇൻ ദ ഫീൽഡ്, വയലിൽ. ആ വയലിൽ അവൻ മറ്റൊരു കഴുതയെ കണ്ടു. ഹി വാസ് സോ ഹാപ്പി ടു സീ ഹിം ദാറ്റ് ഹി ബിഗാൻ ടു ബ്രേ. ഹി വാസ് സോ ഹാപ്പി, അവൻ വളരെ സന്തോഷവാനായി. ടു സീ, കണ്ടതിൽ. ഹിം, അവനെ. ആ കഴുതയെ കണ്ടതിൽ അവൻ വളരെയധികം സന്തോഷവാനായി. ഹി ബിഗാൻ ടു ബ്രേ, അവൻ കരയാൻ ആരംഭിച്ചു. ബിഗാൻ എന്നാൽ ആരംഭിച്ചു. ടു ബ്രേ, കരയാൻ.
കഴുത കരയാൻ ആരംഭിച്ചു. ദ ഫാർമർ സോ ഹിം ബ്രേയിങ്. ദ ഫാർമേഴ്സ് സോ കർഷകർ കണ്ടു ഹിം അവനെ ബ്രേയിങ് കഴുതയുടെ ശബ്ദം ഉണ്ടാക്കുന്നതായിട്ട് അവർ കണ്ടു. ഹേയ് ചാൾസ്. ചാൾസിനെ വിളിക്കുകയാണ്. ഹേയ് ചാൾസ്. ആദം ഷൗട്ടഡ്. ആദം ആക്രോശിച്ചു, ഒച്ച വച്ചു. ഇറ്റ്സ് നോട്ട് എ ലയൺ. ഇതൊരു സിംഹമല്ല. ഇറ്റ്സ് എ ഡോങ്കി. ഇതൊരു കഴുതയാണ്. സോ ദേ പിക്ഡ് അപ്പ് സ്റ്റിക്സ് ആൻഡ് റാൻ ടുവേർഡ്സ് ദ ഡോങ്കി. സോ അങ്ങനെ ദേ പിക്ഡ് അപ്പ് അവർ എടുത്തു സ്റ്റിക്സ് വടികൾ ആൻഡ് റാൻ ടുവേർഡ്സ്. റാൻ എന്നാൽ ഓടി, ടുവേർഡ്സ് എന്നാൽ നേർക്ക്, ലക്ഷ്യമാക്കി ദ ഡോങ്കി കഴുതയെ ലക്ഷ്യമാക്കി അവർ വടികളുമെടുത്ത് ഓടി. ദ ഫാർമേഴ്സ് ത്രാഷ്ഡ് ഹിം. ദ ഡോങ്കി റാൻ അവേ ഫ്രം ദർ. ദ ഫാർമേഴ്സ് കർഷകർ ത്രാഷ്ഡ്. ത്രാഷ് എന്നാൽ പ്രഹരിക്കുക എന്നാണ് അർത്ഥം. ത്രാഷ്ഡ് ഹിം അവനെ പ്രഹരിച്ചു. ദ ഡോങ്കി കഴുത റാൻ അവേ ഫ്രം ദർ അവിടെ നിന്നും ഓടിപ്പോയി, അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ദ പുവർ ഡോങ്കി ഫെൽറ്റ് സോറി ഫോർ ഹിസ് ഫോളി ആൻഡ് ഡിസൈഡഡ് നോട്ട് ടു പുട്ട് ഓൺ എ ലയൺ സ്കിൻ അഗെയിൻ. ദ പുവർ ഡോങ്കി ആ പാവമായ കഴുതയ്ക്ക് ഫെൽറ്റ് സോറി പശ്ചാത്താപം തോന്നി, ഫോർ ദിസ് ഇതിൽ, ഫോർ ഹിസ് ഫോളി. ഫോളി എന്നാൽ അർത്ഥം വിഡ്ഢിത്തം എന്നാണ് അർത്ഥം. അവൻ ചെയ്ത വിഡ്ഢിത്തരത്തിൽ അവന് സങ്കടം തോന്നി, അവന് പശ്ചാത്താപം തോന്നി. ആൻഡ് ഡിസൈഡഡ് അവൻ തീരുമാനിക്കുകയും ചെയ്തു. നോട്ട് ടു പുട്ട് ഓൺ ധരിക്കുകയില്ല. നോട്ട് ടു പുട്ട് ഓൺ എന്നാൽ ധരിക്കുകയില്ല. എ ലയൺ സ്കിൻ അഗെയിൻ ഒരു സിംഹത്തിൻ്റെ തൊലി വീണ്ടും ധരിക്കുകയില്ല എന്ന് അവൻ തീരുമാനിക്കുകയും ചെയ്തു. ആ പാവം കഴുതയ്ക്ക് നിരാശ തോന്നി, അവൻ ചെയ്ത വിഡ്ഢിത്തരത്തിന് നിരാശ തോന്നി. മോറൽ ഗുണപാഠം. ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം, ഡിസെപ്ഷൻ മേ പ്രൊവൈഡ് ടെമ്പററി ബെനഫിറ്റ്സ്. ഡിസെപ്ഷൻ എന്നാൽ വഞ്ചന എന്നാണ് അർത്ഥം, ചതി, വഞ്ചന. പ്രൊവൈഡ് എന്നാൽ നൽകുക. ഡിസെപ്ഷൻ മേ പ്രൊവൈഡ് വഞ്ചന നൽകിയേക്കും. ടെമ്പററി എന്നാൽ താൽക്കാലികമായിട്ടുള്ള. ബെനഫിറ്റ് എന്നാൽ നേട്ടം. വഞ്ചന ഒരു താൽക്കാലികമായിട്ടുള്ള പ്രയോജനം നൽകിയേക്കും. ബട്ട് ഇറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ട്രബിൾ. അൾട്ടിമേറ്റ്ലി എന്നാൽ ആത്യന്തികമായി, അന്തിമമായി, ഒടുക്കം. പക്ഷെ അന്തിമമായി വഞ്ചന ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചേക്കും. ട്രബിൾ എന്നാൽ പ്രശ്നം, അതൊരു പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കും അവസാനം. വഞ്ചന ഒരു താൽക്കാലികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കിയേക്കും, പക്ഷെ അവസാനം അതൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും.